ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 1885 ഡിസംബർ 28-ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? എ. കഴ്സൺ, ബി. ലിട്ടൺ, സി. ഡഫ്രിൻ. ആൻസർ സി ആണ് ഡഫ്രിൻ. 1885-ൽ ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണ സമ്മേളനം നടക്കുന്നത്. ശരിക്കും ഈ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. പക്ഷേ പൂനെയിൽ ആ സമയത്ത് പ്ലേഗ് പടർന്നു പിടിച്ചത് കാരണം ബോംബെയിലേക്ക് മാറ്റുകയായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? എ. W. C. ബാനർജി, ബി. അലൻ ഒക്ടേവിയൻ ഹ്യൂം, സി. വില്യം വെഡർബേൺ. ആൻസർ ബി ആണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം. അറിയപ്പെടുന്നൊരു പക്ഷി നിരീക്ഷകൻ കൂടിയായിരുന്നു എ.ഒ. ഹ്യൂം. സ്റ്റേറി ഫെതേഴ്സ് എന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. മൂന്നാമത്തേത് ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരാണ്? എ. W. C. ബാനർജി, ബി. ദാദാഭായ് നവറോജി, സി. വില്യം വെഡർബേൺ. ആൻസർ എ ആണ് W. C. ബാനർജി. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് INCയുടെ രണ്ടാമത്തെ അധ്യക്ഷൻ ദാദാഭായ് നവറോജിയാണ്. പ്രസ്താവന രീതിയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് അടുത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിൽ ആകെ ഉണ്ടായിരുന്ന പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? എ. 71, ബി. 72, സി. 73. ആൻസർ ബി ആണ് 72. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കൺഫ്യൂസിങ് ഫാക്റ്റ് ഉണ്ട്. ഭരണഘടനയുടെ ആമുഖത്തിൽ 73 വാക്കുകളാണുള്ളത്. INCയുടെ രണ്ടാമത്തെ സമ്മേളനം നടക്കുന്നത് കൽക്കട്ടയിൽ വെച്ചിട്ടാണ്. അന്ന് 434 പ്രതിനിധികളാണ് പങ്കെടുത്തത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ ആദ്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? എ. ദാദാഭായ് നവറോജി, ബി. ജി. സുബ്രഹ്മണ്യ അയ്യർ, സി. എ.ഒ. ഹ്യൂം. ആൻസർ ബി ആണ് ജി. സുബ്രഹ്മണ്യ അയ്യർ. ഗണപതി ദീക്ഷിതർ സുബ്രഹ്മണ്യ അയ്യർ എന്നാണ് പൂർണ്ണമായ പേര്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ മുസ്ലിം പ്രസിഡന്റ് ആരായിരുന്നു? എ. ബഹറുദ്ദീൻ തിയാബ്ജി, ബി. ഫിറോസ് ഷാ മേത്ത, സി. മൗലാന അബ്ദുൽ കലാം ആസാദ്. ആൻസർ എ ആണ് ബദറുദ്ദീൻ തിയാബ്ജി. 1887-ൽ മദ്രാസിൽ വെച്ച് നടന്ന INCയുടെ മൂന്നാം സമ്മേളനത്തിലാണ് ബദറുദ്ദീൻ തിയാബ്ജി അധ്യക്ഷനാകുന്നത്. ഏഴാമത്തതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? എ. പനമ്പള്ളി ഗോവിന്ദ മേനോൻ, ബി. KP കേശവ മേനോൻ, സി. ചേറ്റൂർ ശങ്കരൻ നായർ. ആൻസർ സി ആണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897-ലെ അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ് ചേറ്റൂർ ശങ്കരൻ നായർ INCയുടെ പ്രസിഡന്റ് ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണ്? എ. ജോർജ് യൂൾ, ബി. എ.ഒ. ഹ്യൂം, സി. ആൽഫ്രഡ് വെബ്. ആൻസർ എ ആണ് ജോർജ് യൂൾ. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിത ആരാണ്? എ. ആനി ബസന്റ്, ബി. സരോജിനി നായിഡു, സി. നെല്ലിസൺ ഗുപ്ത. ആൻസർ എ ആണ് ആനി ബസന്റ്. 1917-ൽ കൽക്കട്ട സമ്മേളനത്തിലാണ് ആനി ബസന്റ് INCയുടെ പ്രസിഡന്റ് ആകുന്നത്. INCയുടെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ് 1925-ലെ കാൺപൂർ സമ്മേളനത്തിൽ. 1933-ൽ കൽക്കട്ട സമ്മേളനത്തിൽ നെല്ലിസൺ ഗുപ്തയും 1959 ഡൽഹി സമ്മേളനത്തിൽ ഇന്ദിരാഗാന്ധിയും 1998-ൽ സോണിയാഗാന്ധിയും INCയുടെ വനിതാ പ്രസിഡന്റുമാരായ വ്യക്തികളാണ്. പത്താമത്തെ ചോദ്യം, INCയുടെ പ്രസിഡന്റ് ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? എ. സുഭാഷ് ചന്ദ്രബോസ്, ബി. രാജീവ് ഗാന്ധി, സി. മൗലാന അബ്ദുൽ കലാം ആസാദ്. ആൻസർ സി ആണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. 35-ാമത്തെ വയസ്സിലാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് 1923-ലെ ഡൽഹി സ്പെഷ്യൽ സമ്മേളനത്തിൽ അധ്യക്ഷനാകുന്നത്.